ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മലയാളത്തിലെ ഭാഷാഭേദങ്ങളും പ്രാദേശിക പാഠങ്ങളും എന്ന യൂണിറ്റിൻ്റെ അവസാന പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പാർട്ടിലൂടെ ഈ പാഠത്തിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ടോപ്പിക്കാണ് ഭാഷാഭേദം. എന്താണ് ഭാഷാഭേദം എന്ന് നോക്കാം. ഇതിൻ്റെ ഡെഫിനിഷൻ വൺ വേർഡായിട്ടെല്ലാം ചോദിക്കാറുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്ത് നിലവിലുള്ളതോ പ്രത്യേക വിഭാഗത്തിൽ നടപ്പുള്ളതോ ആയ ഭാഷയാണ് ഭാഷാഭേദം. ഒന്നുകൂടെ പറഞ്ഞു തരാം, ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. ഒരു പ്രത്യേക സ്ഥലത്ത് നിലവിലുള്ളതോ പ്രത്യേക വിഭാഗത്തിൽ നടപ്പുള്ളതോ ആയ ഭാഷയാണ് ഭാഷാഭേദം. ഈ ഭാഷാഭേദത്തിന് നിരവധി കാരണങ്ങളുണ്ട്. ആന്തരികമായ കാരണങ്ങളും ഉണ്ട്, ബാഹ്യമായ കാരണങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഭാഷാഭേദത്തിൻ്റെ ബാഹ്യ കാരണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. 7 ബാഹ്യ കാരണങ്ങളാണ് പാഠപുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത്. വർണ്ണവികാരം, രൂപപരിണാമം, സാദൃശ്യവിഭ്രമം, വിദേശീയാക്രമണം, കുടിയേറ്റം, കടം കൊള്ളൽ, ഭൂസ്ഥിതിപരമായ അകൽച്ച. ഈ 7 എണ്ണമാണ് ബാഹ്യ കാരണത്തിൽ വരുന്നത്. അവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് വർണ്ണവികാരം. നമുക്കറിയാം, ഒരു വാക്ക് തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിലും പല താളത്തിലും ആയിരിക്കും ഉപയോഗിക്കുക. ഉദാഹരണം, ജ്യേഷ്ഠൻ എന്നുള്ളത് ചില സ്ഥലങ്ങളിൽ ചേട്ടൻ എന്നും ചില സ്ഥലങ്ങളിൽ ഏട്ടൻ എന്നും പറയാറുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ അവൻ അവൾ എന്നുള്ളതിനെ ഓന് ഓള് എന്നൊക്കെ പറയും. അപ്പം ഇത്തരത്തിലുള്ള ഒരേ വാക്ക് തന്നെ പക്ഷേ ചെറിയ മാറ്റത്തോടു കൂടി പല പ്രദേശങ്ങളിലും ഉപയോഗിക്കും. അതിനെയാണ് വർണ്ണവികാരം എന്ന് പറയുന്നത്. അടുത്തതാണ് രൂപപരിണാമം. പല സ്ഥലങ്ങളിൽ ഒരേ വാക്കിന് തന്നെ അതിൻ്റെ രൂപത്തിൽ ചെറിയ ചെറിയ പരിണാമം സംഭവിക്കുക. ഉദാഹരണമായിട്ട് വടക്കേ മലബാറിൽ പോയി എന്നതിനെ പോയിന എന്ന് പ്രയോഗിക്കും. പോയി എന്നുള്ളതിനെ പോയിന എന്ന് പറയും. അതുപോലെ ഇന്നലെ നാളെ എന്നുള്ളതിനെ ഇന്നല നാളെ ആ രീതിയിൽ പറയും. അതായത് ഏ കാരാന്തത്തിന് പകരം ആ കാരാന്തം വരും. അതാണ് രൂപപരിണാമം എന്ന് പറഞ്ഞാൽ. ഒരു വാക്ക് പല സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം, ഇന്നലെ നാളെ എന്നുള്ളതിന് ഇന്നല നാളെ എന്ന രീതിയിൽ ആ കാരാന്തം കൊണ്ട് പ്രയോഗിക്കും. അടുത്തത് വരുന്നതാണ് സാദൃശ്യ വിഭ്രമം. എന്താണ് സാദൃശ്യ വിഭ്രമം? അതായത് എക്സാമ്പിൾ നോക്കാം. സഹിക്കബിൾ, പെന്നിഷ്. ഈ 2 വേർഡ് എന്താണ്? സഹിക്കബിൾ, പെന്നിഷ്. അതായത് സമാന സ്വഭാവമുള്ള ഒരു കൂട്ടം പ്രയോഗങ്ങളുമായുള്ള പരിചയം കൊണ്ട് അവയുമായി സാമ്യമുണ്ടെന്ന് തോന്നുന്ന മറ്റു പദങ്ങൾക്ക് രൂപം നൽകുന്ന അവസ്ഥയാണ് ഇത്. അതായത് ഒരു വേർഡിനെ അല്ലെങ്കിൽ ഒരു വാക്കിനെ അതിൻ്റെ സമാന സ്വഭാവമുള്ള മറ്റു പ്രയോഗങ്ങളുമായി കൂട്ടിക്കലർത്തി പറയുന്നതിനാണ് സാദൃശ്യ വിഭ്രമം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വിദേശീയ ആക്രമണം. വിദേശീയ ആക്രമണവും ഭാഷാഭേദത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പം നമ്മുടെ സംസ്കാരത്തിൽ സങ്കലനം സംഭവിച്ചിട്ടുണ്ട്. അതിൽ അവരുടെ സംസ്കാരം കലർന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മിശ്രഭാഷാ രൂപീകരണം നടന്നിട്ടുണ്ട്. ഭാഷയിലും അവരുടെ കൈകടത്തലുണ്ടായിട്ട് ആ വ്യതിചലനം ഉണ്ടായിട്ടുണ്ട്. അതാണ് വിദേശീയ ആക്രമണം. സംസ്കാര സങ്കലനത്തിനും മിശ്രഭാഷാ രൂപീകരണത്തിനും അങ്ങനെ ഭാഷാഭേദത്തിനും ഇത് കാരണമാകുന്നു. പിന്നെ വരുന്നതാണ് കുടിയേറ്റം. കുടിയേറ്റവും ഭാഷാഭേദത്തിൻ്റെ ഒരു കാരണമായിട്ടുണ്ട്. കാരണം ദ്രാവിഡ മേഖലകളിലേക്ക് കുടിയേറി പാർത്ത ആര്യന്മാർ സാഹിത്യഭാഷയിൽ വരുത്തിയ മാറ്റങ്ങൾ ഇതിനുദാഹരണമാണ്. ആര്യന്മാർ ദ്രാവിഡ മേഖലകളിലേക്ക് കുടിയേറി പാർത്തതിൻ്റെ ഫലമായിട്ട് സാഹിത്യഭാഷയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ മാറ്റം വന്ന സങ്കര ഭാഷ കുറേ കാലം കഴിയുമ്പം ആ ഒരു പ്രദേശത്തുള്ളവരുടെ മാതൃഭാഷയായി മാറും. ഉപയോഗിച്ച് അങ്ങനെ മാറുന്ന, അതായത് സങ്കര ഭാഷ മാറി അത് മാതൃഭാഷയായിട്ട് പരിണമിക്കുന്ന അവസ്ഥയിലുള്ള ഭാഷേനെയാണ് വെങ്കല ഭാഷകൾ എന്ന് പറയുന്നത്. അപ്പം എന്താണ് വെങ്കല ഭാഷകൾ? സങ്കര ഭാഷകൾ തലമുറകൾ കുറേ ഉപയോഗിച്ച് മാതൃഭാഷയായി മാറും. ആ ഭാഷേനെയാണ് നമ്മൾ വെങ്കല ഭാഷകൾ എന്ന് പറയുന്നത്. അടുത്തതാണ് കടം കൊള്ളൽ. അതായത് 2 വാക്കുകൾ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിലൂടെ അവിടേക്കും ഇവിടേക്കും കടം കൊള്ളുക, വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതിനെയാണ് കടം കൊള്ളൽ എന്ന് പറയുന്നത്. സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഭാഷകൾ സ്വാഭാവികമായും പദങ്ങളും പ്രയോഗങ്ങളും അന്യോന്യം സ്വീകരിക്കാറുണ്ട്.
അതിൽ ഉദാഹരണമായി വരുന്നതാണ് തദ്ഭവം, തത്സമം, അപഭ്രംശം എന്നിവ. ലാസ്റ്റ് വണ്ണാണ് ഭൂസ്ഥിതിപരമായ അകൽച്ച. ഭൂസ്ഥിതിപരമായ അകൽച്ച വേർഡ് തന്നെയുണ്ട്. അതായത് പല ഭൂസ്ഥിതിയിലും പല നാടുകളിലും ദേശത്തിനനുസരിച്ച് ഭാഷയിൽ വ്യത്യാസമുണ്ടാവാറുണ്ട്. അപ്പോൾ മലയാളമാണ് ഉപയോഗിക്കുന്നതെങ്കിലും പല നാട്ടിലും അതിൻ്റെ താളവും പറയുന്ന ഈണവും ഉച്ചാരണ സ്ഫുടതയെല്ലാം വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് തിരുവനന്തപുരം ഭാഷ, കോട്ടയം ഭാഷ, തൃശ്ശൂർ ഭാഷ, കോഴിക്കോടൻ ഭാഷ, അവിടെയൊക്കെ എന്താണ് ആ ഭൂസ്ഥിതിപരമായ അകൽച്ച ഭാഷയിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാഹ്യ കാരണങ്ങൾ ഭാഷാഭേദത്തിൻ്റെ. ഡെഫിനിഷൻ പഠിക്കുക, ഏതെല്ലാമാണ് കാരണങ്ങളെന്ന് പഠിക്കാം, എന്താണ് ഓരോ കാരണങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അടുത്തതായി വരുന്ന ടോപ്പിക്കാണ് പ്രാദേശിക പാഠ്യപദ്ധതി. ഈ കാലഘട്ടത്തിൽ പ്രാദേശിക പാഠ്യപദ്ധതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നും ആ പ്രാധാന്യം കൂട്ടുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നുമാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു പാഠ്യപദ്ധതി കേരളത്തിൽ ഒന്നാകെ ഒരു പാഠ്യപദ്ധതി ഇറക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും അതൊരുപോലെ എഫക്റ്റീവ് ആകണമെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല. കാരണം പല സ്ഥലങ്ങളിലും അവരുടെ സംസ്കാരം, ഭൂമിശാസ്ത്രം, ഭാഷ, ജീവിത സാഹചര്യം എന്നിവയെല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വ്യത്യസ്തത അവർക്ക് സ്വയം ഉൾക്കൊള്ളാനും പരസ്പരം ഉൾക്കൊള്ളാനും കഴിയുന്ന തരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രാദേശിക പാഠ്യപദ്ധതി നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ മാതൃഭാഷ മലയാളമാണെങ്കിൽ കൂടി എല്ലായിടത്തും ആ മലയാളം ഒരേ രീതിയിലല്ല ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ ഭാഷയിൽ മാത്രമല്ല, ഭൂമിശാസ്ത്രപരമായിട്ടും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായിട്ട് നമ്മുടെ ഭൂമിശാസ്ത്രപരമായി വേർതിരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ വേർതിരിവ് അവരുടെ ഭൂമിശാസ്ത്രം, ഭാഷ എന്നിവയിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ സംസ്കാരം, ജീവിത രീതി, തൊഴിൽ, ഇത് എല്ലാം ബാധിച്ച് കിടക്കുന്നുണ്ട്. അതായത് കാലാവസ്ഥ, ഭൂപ്രകൃതി, കൃഷിയിടം, കൃഷി ഇനം, അവരുടെ ഭൂമിശാസ്ത്ര മേഖല, സംസ്കാരം ഇവയെല്ലാം വിഭിന്നമാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. അതുപോലെ കലാപാരമ്പര്യത്തിലും ഈ ഒരു വൈവിധ്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്തുള്ള കലാരൂപം ആയിരിക്കില്ല നമ്മുടെ മലബാർ ഏരിയയിലേക്ക് പോപ്പുലറായിട്ടുള്ളത്. അതുപോലെ നമ്മുടെ മലബാർ ഏരിയയിലുള്ള ഒപ്പന നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തേക്ക് അത്ര പോപ്പുലർ ആയിരിക്കില്ല. അതായത് കലാപാരമ്പര്യത്തിലും ആ വൈവിധ്യം നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വടക്കൻ കേരളത്തിൽ തെയ്യം, തിറ, പൂതം, കുമ്മാട്ടി, തെയ്യം, തിറം, പൂതം, കുമ്മാട്ടി ഇവയെല്ലാം എന്താണ് കോമൺ ആണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുട്ടികൾക്കും ആ പ്രദേശത്തുള്ളവർക്കും അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാകാം, പരിചയമുണ്ടാകാം. എന്നാൽ തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പടയണി, കുത്തിയോട്ടം എന്നീ കലാരൂപങ്ങളൊക്കെ കോമൺ ആണ്. പക്ഷേ അവിടെയുള്ള കുട്ടികൾക്കൊഴിച്ച് നമ്മുടെ വടക്കൻ കേരളത്തിലെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അധികം ഒരു ധാരണ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി തൊഴിലും കൃഷിയും എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ നെൽകൃഷി നടക്കുന്ന മേഖലകളാണെങ്കിൽ അവർക്ക് എന്താണ് ഞാറ്റുവേല, മുണ്ടകൻ, വിത, ഞാറ്, കൊയ്ത്ത്, മെതിക്കൽ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണ കാണും. അതുപോലെ ഈ മൺപാത്ര നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണെങ്കിൽ മണ്ണിൻ്റെ ഘടന, വെയിലിൻ്റെ സ്വഭാവം എന്നിവയെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തെങ്ങ് സുലഭമായ നാട്ടിലാണെങ്കിൽ കൊപ്ര എന്താണെന്ന് ആ നാട്ടുകാർക്കും ആ പ്രദേശത്തുള്ളവർക്കും അറിയാൻ മതി. നമുക്കറിയാം, കൊപ്രയാട്ടി എണ്ണ ഉണ്ടാക്കുന്ന ഒരു ഉപകരണമാണ് ചക്ക്. അപ്പോൾ ആ ചക്ക് എന്താണെന്ന് അറിയുന്നവർക്ക് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നുള്ള പഴഞ്ചൊല്ല് എന്താണെന്നും അതിൻ്റെ ഉൾപ്പൊരുൾ എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പം നമ്മൾ ആ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് വെറുതെ കേൾക്കുന്നത് പകരം എന്താണ് ചക്കെന്ന് അറിയാനൊക്കെ ഇതുപോലെ തെങ്ങ് സുലഭമായ നാട്ടിലുള്ളവർക്ക് പെട്ടെന്ന് കഴിയുകയുള്ളൂ. പിള്ളേരല്ലേ പിന്നാക്കല്ലേ എന്ന പ്രയോഗവും അതുപോലെ ഈ നാട്ടിലുള്ളവർക്ക് സുലഭമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഏതാണ് പ്രയോഗം? പിള്ളേരല്ലേ പിന്നാക്കല്ലേ എന്നുള്ളത്. ഇനി അതുപോലെ വേറൊരു പ്രയോഗം നോക്കാം. വടക്കിനി പൊന്തിയാൽ തെക്കിനി താഴും. അപ്പോൾ ഈ ഒരു പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ വടക്കിനി എന്താണ്, തെക്കിനി എന്താണ് എന്ന് ആദ്യം നമുക്കറിയണം. വടക്കിനി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുള്ള സ്ഥലമാണെന്നും തെക്കിനി എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കുള്ള സ്ഥലമാണെന്നുമുള്ള ധാരണ നമ്മൾ ആദ്യം നേടേണ്ടതുണ്ട്.
അതിന് ഈ ധാരണയ്ക്ക് വേണ്ടി നമ്മൾ ആദ്യം 4 കെട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയണം. അങ്ങനെ പ്രാദേശികമായ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അറിഞ്ഞാൽ മാത്രമേ നമുക്കൊന്നാകെ ഉണ്ടാകുന്ന ഈ പാഠ്യപദ്ധതി എല്ലാവർക്കും സുലഭമായ രീതിയിൽ, ലളിതമായ രീതിയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രാദേശിക പരിഗണന പാഠ്യപദ്ധതിയിൽ എന്തുകൊണ്ടും ഉചിതമാണ്. ഇനി നമ്മുടെ മലയാളത്തിൻ്റെ ഭാഷാഭേദങ്ങളിൽ സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ലക്ഷദ്വീപ് മലയാളം. ലക്ഷദ്വീപിലും മലയാളം ഭാഷ വരുന്നുണ്ട്. ജനവാസമുള്ള ഈ 10 ദ്വീപുകളിലെയും മലയാള ഭാഷയിൽ തന്നെ വൈവിധ്യം കാണപ്പെടുന്നുണ്ട്. ദ്വീപിൻ്റെ വടക്കേ അറ്റത്തെ മലയാളം ഭാഷയും തെക്കേ അറ്റത്തെ മലയാള ഭാഷയിലും ഇതേ വൈവിധ്യം നിലനിൽക്കുന്നുണ്ട്. മിനിക്കോയ് ദ്വീപിലെ ഭാഷ ഇവയിൽ നിന്നും വ്യത്യസ്തമാണ്. മിനിക്കോയ് ദ്വീപിലെ ഭാഷ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ജസരി ഭാഷ എന്നാണ് ഈ മിനിക്കോയ് ദ്വീപിലെ ഭാഷ അറിയപ്പെടുന്നത്. ജസരി ഭാഷ എവിടെയുള്ളതാണ്? മിനിക്കോയ് ദ്വീപിലെ, ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലാണ് ജസരി ഭാഷ ഉള്ളത്. അവിടെയെല്ലാം പ എന്നുള്ള ശബ്ദം ഫ എന്നാണ് ഉച്ചരിക്കുന്നത്. പ എന്നുള്ളത് ഫ എന്ന് പറയും. അപ്പോൾ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളതിനെ ഏടുക്ക ഫോണ്ടി എന്നാണ് അവർ ചോദിക്കുക. അതുപോലെ പെണ്ണ് എന്നുള്ളത് ഫെണ്ണ് എന്ന് പറയും. പ എന്നുള്ളിടത്തെല്ലാം ഫ എന്നുള്ള ഉച്ചാരണമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി? ഇങ്ങനെ വിഭിന്ന സാഹചര്യങ്ങൾ പലയിടത്തിലും ഉള്ളപ്പോൾ നമ്മുടെ സാധാരണ ഉള്ള പാഠ്യപദ്ധതിക്കൊപ്പം പ്രാദേശിക പാഠ്യപദ്ധതി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പഠനം ജീവിതവുമായി പരിപൂർണമായി ബന്ധപ്പെടുകയുള്ളൂ. അതിനായി നമ്മൾ ആദ്യം പ്രാദേശിക സവിശേഷതകൾ കണ്ടെത്തണം. നമ്മുടെ പ്രാദേശിക വൈവിധ്യങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് അവയുടെ സവിശേഷതകൾ അടയാളപ്പെടുത്തണം. ഓരോ നാട്ടിലെയും ഭൂമിശാസ്ത്രം, ജീവിത സാഹചര്യങ്ങൾ, നാടോടി കലകൾ, ജീവിതം, സംസ്കാരം, പഴഞ്ചൊല്ലുകൾ, തൊഴിലുകൾ എന്നിവയെപ്പറ്റി ധാരണ നേടുകയും അറിവുകൾ ശേഖരിക്കുകയും വേണം. ഈ അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പലരുടെയും സഹായം തേടാവുന്നതാണ്. സർക്കാർ വകുപ്പുകൾ, കലാകാരന്മാർ, മുതിർന്ന പൗരന്മാർ, പാരമ്പര്യ തൊഴിലാളികൾ, ചരിത്രകാരന്മാർ എന്നിവരുടെ എല്ലാ സഹായം നേടുന്നതിലൂടെ ഈ വിവരശേഖരണം നമുക്ക് എളുപ്പത്തിൽ നടക്കാൻ പറ്റും. അങ്ങനെ ശേഖരിച്ച് നമ്മുടെ അറിവുകൾ ഒരു പുസ്തക രൂപത്തിലോ മറ്റോ ആക്കി നമുക്ക് സൂക്ഷിക്കാം. ഈ സൂക്ഷിച്ച കാര്യങ്ങൾ പിന്നീട് നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്നതാണ്. ഈ പങ്കുവെക്കലിലൂടെ കേരളത്തിലെ പ്രാദേശിക പാഠങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാതെ ഒരു സമന്വയം സാധ്യമാകും. അതായത് പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഒന്നാകെ വ്യാപിക്കാൻ തുടങ്ങും. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പ്രാദേശിക പാഠങ്ങളെക്കുറിച്ച് പരസ്പര പരിചയമുണ്ടാകുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു മെച്ചം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് പ്രാദേശിക പാഠ്യപദ്ധതി എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് പോയിൻറ്റ്സ് മനസ്സിൽ വെച്ചാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് എഴുതാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ പാഠം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഗുഡ് ബൈ.